IPL 2025 ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 കിരീടത്തിനു ശേഷം 2025 എങ്ങനെയായിരിക്കുമെന്ന ആവേശത്തിലായിരുന്നു ആരാധകർ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏകപക്ഷീയമായ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊൽക്കത്ത 2024 കിരീടം നേടിയത്. എന്നാൽ ഇപ്പോൾ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹമായി മാറുമെന്നാണ് ആരാധകരുടെ പേടി. 12 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 5 വിജയങ്ങൾ മാത്രമാണ് KKR നേടാനായത്. അതിൽ 6 പരാജയങ്ങളും ഒരു സമനിലയും ഉൾപ്പെടും. ആദ്യ മത്സരം തന്നെ പരാജയപ്പെട്ടുകൊണ്ട് തുടങ്ങിയ കൊൽക്കത്തയ്ക്ക് പിന്നീട് ഇടവേളകളിലെ തോൽവി തന്നെയാണ് ഏറ്റവും നിരാശയായത്. എന്നാൽ എടുത്തു പറയേണ്ടത് പഞ്ചാബ് കിങ്സുമായുള്ള പരാജയം തന്നെയായിരുന്നു. പഞ്ചാബ് കിങ്സിനെ 111 റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ടും 95 റൺസ് മാത്രമാണ് ആ മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് നേടാനായത്. മാനസികമായി കൊൽക്കത്തയെ തളർത്തുന്ന മത്സരം കൂടിയായിരുന്നു അത്. മാത്രമല്ല, ചില വമ്പൻ താരങ്ങളുടെ ഫോം ഔട്ടും കൊൽക്കത്തയെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വെങ്കടേഷ് അയ്യറിൻ്റെയാണ്. വെങ്കടേഷ് അയ്യറിനെ വമ്പൻ പൈസയ്ക്കാണ് IPL താരലേലത്തിൽ തിരിച്ചെടുക്കുന്നത്. എന്നാൽ അയ്യർ ഈ സീസണിൽ ഫ്ലോപ്പ് ആവുമെന്ന് കൊൽക്കത്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിതീഷ് റാണ, ശ്രേയസ് അയ്യർ എന്നീ താരങ്ങൾക്ക് പകരമെന്നോണമാണ് വെങ്കടേഷ് അയ്യരെ വിശ്വസിച്ച് ടീമിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയുമായി വെങ്കടേഷിനെ കളിപ്പിച്ചു പോലുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചില മത്സരങ്ങളിലെ അപ്രതീക്ഷിത പരാജയം കൊൽക്കത്തയെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. റിങ്കു സിംഗിൻ്റെയും റമൻദീപ് സിംഗിൻ്റെയും മോശ ഫോമുകൾ കൊൽക്കത്തയെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. രണ്ടുപേരും നിറമങ്ങിയ സീസൺ കൂടിയായിരുന്നു അത്. LSTയുമായുള്ള 4 റണ്ണിൻ്റെ പരാജയവും സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള 80 റൺസിൻ്റെ തോൽവിയും കൊൽക്കത്തയെ ബാധിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ രഹാനയിൽ വലിയ രീതിയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിലും എക്സ്പ്ലോസീവ് ബാറ്റർ എന്ന നിലയിൽ തിളങ്ങാൻ സാധിക്കുന്നില്ല. പല രീതിയിലും താരങ്ങളെ മാറ്റി പരീക്ഷിച്ചിട്ടും ഒരു വിജയ ഫോർമുലയിലേക്ക് എത്താൻ സാധിക്കാതെ പോയതാണ് കൊൽക്കത്തയെ ഈ സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബോളേഴ്സിന്റെ പ്രകടനം തന്നെയാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റുമായി വരുൺ ചക്രവർത്തിയാണ് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. എന്നാൽ മറ്റൊരു ബോളർക്കും ആ ലിസ്റ്റിൽ ഇടമെടുക്കാൻ സാധിക്കാൻ പറ്റാത്തതും കൊൽക്കത്തയ്ക്ക് വലിയ രീതിയിലൊരു പരാജയമായി. മാത്രമല്ല, ഒരു മികച്ച ഫോറിൻ പേസറെ ഓപ്ഷനിൽ എത്തിക്കാതെ പോയതും വലിയ രീതിയിലുള്ള ബലഹീനതയായി സീസൺ മുന്നോടിയായി പലരും പറഞ്ഞതാണ്. എന്നാൽ സീസൺ പുരോഗമിക്കുന്നതോറും അത് വെളിവായി വരികയായിരുന്നു. ഗംഭീരമില്ലാത്ത കൊൽക്കത്തയ്ക്ക് ജയിക്കാനാകില്ലെന്നുള്ള ആരാധകരുടെ വിമർശനവും ഒരു വശത്ത് ശക്തമാണ്.